എമ്പുരാൻ ചിത്രത്തിൻ്റെ ട്രെയിലർ ഉൾപ്പെടെയുള്ള അനേകം അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു താരനിര എല്ലാം സെക്കൻഡ് പാർട്ടായ എമ്പുരാൻ എന്ന ചിത്രത്തിലും ഒന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ ഈ ഒരു സിനിമയുടെ മേലിലുണ്ട്. വലിയ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല ഹൈപ്പിൽ തിയേറ്ററിൽ എത്തി നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കേണ്ടത് സിനിമയുടെ വിജയ ഘടകത്തിന് ആവശ്യമാണ്. ഫെബ്രുവരി അവസാനം വരെ 36 ക്യാരക്ടർ പോസ്റ്റേഴ്സ് വരുന്നത് വരെ നല്ലൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു സിനിമ നിലനിന്ന് പോയത്. എന്നാൽ അതിനുശേഷം സിനിമയുടെ യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നില്ല. 15 ദിവസത്തോളമായി സിനിമയുടെ ജസ്റ്റ് ഒരു പോസ്റ്റർ പോലും പുറത്തു വന്നിട്ട്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമയായി ലാലേട്ടൻ നായകനായിട്ട് തിയേറ്ററിലെത്തുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരാധകർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമകൾക്കെല്ലാം നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് മാക്സിമം പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ ആന്റണി പെരുമ്പാവൂർ ശ്രമിക്കാറുണ്ട്. എന്നാൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ കൂടെ ലൈക്ക പ്രൊഡക്ഷൻസും ഈ ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട്. മലയാളത്തിലെ വലിയ ക്യാൻവാസിലുള്ള സിനിമയായതിനാൽ ആശീർവാദ് സിനിമാസിന് ഒറ്റയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ ഈ ഒരു സിനിമ സാധിക്കില്ല. അങ്ങനെയാണ് ലൈക്ക പ്രൊഡക്ഷനും കൂടെ കൂട്ടിയിട്ട് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. ട്വിറ്ററിൽ വൻ ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയോ, എന്താണ് പ്രശ്നം, ലൈക്കയാണോ പ്രശ്നം, അതോ ആശീർവാദ് സിനിമാസ് ആണോ പ്രശ്നം എന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമാണ്, വലിയ സിനിമയും കാര്യങ്ങളെല്ലാമായി രണ്ട് പ്രൊഡക്ഷൻ ടീം പുറത്തു വരുന്ന സമയത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം സ്വാഭാവികമാണ്. അതിനെയെല്ലാം ഓവർകം ചെയ്തു വരികയാണ്. ഇനി വെറും 15 ദിവസത്തോളം മാത്രമേ സിനിമ തിയേറ്ററിൽ എത്താനുള്ളൂ. എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയോ എന്ന് ചോദിച്ച ആരാധകർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന മറുപടി, സിനിമയുടെ റിലീസ് ഡേറ്റ് ഒരിക്കലും ഇതുവരെ മാറ്റിയിട്ടില്ല. ഏറ്റവും അനുയോജ്യമായ മികച്ച റിലീസ് ഡേറ്റ് തന്നെയാണ് ആശീർവാദ് സിനിമാസ് സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാർച്ച് 27 തീയതി. ഈ ഒരു നിമിഷം വരെ ആ ഒരു ഡേറ്റിൽ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു ഡേറ്റിൽ തന്നെ സിനിമ തിയേറ്ററിലെത്തും. ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ട്രെയിലർ സംബന്ധമായ വലിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് മാർച്ച് 16 തീയതി ഞായറാഴ്ചയാണ്. അതിൻ്റെ അപ്ഡേറ്റ് ഏത് നിമിഷവും സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷിക്കാം എന്നാണ് പുറത്തു വരുന്ന വിവരം. അത് വരുന്നതോടുകൂടെ ആരാധകർ ശാന്തരാവും. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ട് റെക്കോർഡ് തിയേറ്ററിലെത്തുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ബൈ.